നമസ്കാരം. പോളണ്ട് മലയാളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇവിടുത്തെ നഗരത്തിലെ കുറേ കാഴ്ചകളാണ്. ഒപ്പോളെ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ നാട്ടിൽ നിന്ന് ഇവിടെ പോളണ്ടിലെ വാഴ്സോ അവിടെയാണ് വന്ന് ഇറങ്ങുന്നത്. അവിടെ നിന്നും ഒരു 4.5 മണിക്കൂർ യാത്രയുണ്ട് ഈ ഒപ്പോളെ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. ഞാൻ വന്നിറങ്ങുന്ന ഒരു മേജർ സ്ഥലമാണ് ഈ ഒപ്പോളെ എന്ന് പറയുന്നത്. അവിടുന്ന് പിന്നെ കുറച്ച് ഒരു ലോക്കൽ ട്രെയിൻ പിടിച്ച് വേണം ഞാൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഒപ്പോളയിൽ വന്നിരിക്കുകയാണ്. ഇവിടുത്തെ ചില കാഴ്ചകൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. സ്ഥലമൊക്കെ കാണാൻ അടിപൊളിയാണ് കേട്ടോ. എത്രയായാലും യൂറോപ്പിൻ്റെ ഒരു ഭംഗിയെന്ന് പറയുന്നത് ഇതൊക്കെ തന്നെ ആണ്. ഈ ഒരു സമയത്ത് ഈ ഇലകളൊക്കെ പഴുത്തിട്ട് കണ്ടില്ലേ, ഈ ഒരു കളറായിരിക്കും കൂടുതൽ ഇവിടെ കാണാൻ പറ്റുന്നത്. നല്ല മഞ്ഞ കളറിൽ ഇലകളൊക്കെ പഴുത്ത് ഇങ്ങനെ തറയിൽ വീണ് കിടക്കുന്നുണ്ടോ, കണ്ടില്ലേ? അടിപൊളിയാണ്. ഒരു പ്രത്യേക ഭംഗിയാണ്. ഈ നവംബർ ഒക്ടോബർ സമയങ്ങളിലൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും എല്ലായിടവും. യൂറോപ്പിലെല്ലായിടവും ഈ ഇലകളൊക്കെ പഴുത്ത് മഞ്ഞ് വീഴ്ചയ്ക്ക് മുന്നാടിയായിട്ട് ഈ ഇലകളെല്ലാം പോകും കേട്ടോ. നല്ല രസമാണ് ഇവിടെയൊക്കെ കാണാൻ. പൊളി സ്ഥലമാണ് കേട്ടോ. ഇതൊരു യൂണിവേഴ്സിറ്റി കോളേജാണ് ഈ കാണുന്നത്. പോളിഷ് ലാംഗ്വേജിലാണ് എഴുതി വച്ചിരിക്കുന്നത്. യൂണിവേഴ്സിറ്റി ഒപ്പോൾസ്കി കൊളേജിയം മയോസ, അങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്. പോളിഷ് ലാംഗ്വേജാണ് കേട്ടോ. നല്ല അടിപൊളി സ്ഥലം കേട്ടോ. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് പോവാം. കോളേജിനകത്തേക്കല്ല, ഇതിൻ്റെ പരിസരത്തേക്ക് നമുക്ക് പോവാം. പൊളി വൈബാണ് കേട്ടോ ഇതിൻ്റെ പരിസരം എന്നൊക്കെ പറയുന്നത്. ഒരു രക്ഷയില്ല. ഇതൊക്കെ വന്നിരുന്ന സത്യം പറഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക, നമ്മളെ മൈൻഡ് അങ്ങ് ഫ്രീ ആവും. മൈൻഡ് റീഫ്രഷ് ചെയ്യുമെന്ന് പറയത്തില്ലേ. ഈ ഒരു തണുപ്പും ഈ കളറുള്ള മരത്തിൻ്റെയൊക്കെ താഴെ വന്നിരിക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇവിടെ ഒരുപാട് പ്രതിമകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളി, നല്ല രസമുണ്ട്. ഒരു പുള്ളിക്കാരി ഇവിടെ ഇരുന്ന് പഠിക്കുവാണ്. സ്റ്റുഡൻ്റ് ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. സ്റ്റുഡൻ്റ് ആയിരിക്കും, കോളേജിൻ്റെ പരിസരമല്ലേ. പുള്ളിക്കാരെന്താണോ താഴിക്കയും കൊടുത്തിരിക്കുന്നത്. ഇവരിതെന്തൊക്കെയോ അർത്ഥമാക്കുവാണ്. ഒന്നും വരുന്നുമില്ലല്ലോ വായിലോട്ട്, ഉണ്ടല്ലേ? എന്തോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെയും വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇവിടുത്തെ പഴയ സാറന്മാരായിരിക്കും. അവരാ ഓർമ്മകൾക്ക് വേണ്ടി വെച്ചിരിക്കുന്നതായിരിക്കാം ഈ സ്റ്റാച്ചു ഒക്കെ. അതാണ്ട് അപ്പൂപ്പൻ ഇവിടുത്തെ ഒരു സാറ് ഗിറ്റാറും പിടിച്ച് നിൽപ്പുണ്ട്. പുള്ളിക്കാരനെ നമുക്ക് നോക്കാം. കൊള്ളാം കേട്ടോ. ഒരുപാട് വർഷം പഴക്കമുള്ളതാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇവരിത് പണിഞ്ഞ് വെച്ചിരിക്കുന്ന കണ്ടിട്ട് അടിപൊളി. കയ്യിലൊരു ഗിറ്റാറൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇലകൾ വീണ് കിടക്കുന്നുണ്ട്. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസം എന്ന് പറയുന്നത് ശനിയാഴ്ച ദിവസമാണ്, അവധി ദിവസമാണ്. ഇവിടെ ശനി ഞായറും അവധിയാണ് പൊതുവെ. വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇന്നിവിടെ. പക്ഷേ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ നല്ല തിരക്കാണ്. ഞാനിപ്പോൾ രാവിലെയാണ് ഈ സ്ഥലത്തേക്ക് വന്നത്. കണ്ടല്ലേ, ഇടല സ്ഥലമാണ് കേട്ടോ.
ഇവിടെയൊക്കെ വന്നു കഴിയുമ്പം സത്യം പറഞ്ഞാൽ മനസ്സൊന്ന് തണുക്കും. വലിയ വലിയ ടൗണുകളിലൊക്കെ വരുമ്പോൾ എല്ലായിടും ഇതുപോലൊക്കെ തന്നെയാണ്. ജർമ്മനി ആയാലും നെതർലൻഡ് ആയാലും യൂറോപ്പിൽ എവിടെ പോയി കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രക്ചറൊക്കെ തന്നെ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. യൂറോപ്പിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതുപോലുള്ള ബിൽഡിങ്ങുകളാണ്. ഒരുപാട് പഴക്കമുള്ള ബിൽഡിങ്ങുകളാണ് ഇതൊക്കെ. ഇവർ എല്ലാ വർഷവും പെയിൻ്റൊക്കെ അടിച്ച് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന കാണാം. ആൾക്കാരൊക്കെ നടക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, പട്ടികളൊക്കെ ആയിട്ട് കണ്ടില്ലേ. ഇവിടെ ഒരു കുതിരപ്പുറത്തൊരാളിരിപ്പുണ്ട്. ഈ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ എന്നൊക്കെ പറയുന്ന പോലെ ഇവിടുത്തെ ഏതെങ്കിലും ഒരു പോളിഷ് പടനായകനായിരിക്കാം. നല്ല രസമുണ്ട് കേട്ടോ, ആ കൊടിയൊക്കെ പിടിച്ച് നിൽക്കുന്ന കുതിരയൊക്കെ ഒന്നൊന്നര കുതിരയാന്ന് തോന്നുന്നു കണ്ടിട്ട്. ഞാനിങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ കുറച്ച് സ്റ്റുഡൻസ് നിൽപ്പുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ട് പോളണ്ടുകാർ തന്നെയാണ്. ഇവർ എനിക്ക് വേണ്ടി നിങ്ങളോടൊരു കാര്യം പറയുവാണ്. പ്ലീസ് സബ്സ്ക്രൈബ് പോളണ്ട് മലയാളി. പ്ലീസ് സബ്സ്ക്രൈബ് പോളണ്ട് മലയാളി. Subscribe Poland Malayali. This guy. Okay, it's really nice. Thank you. അപ്പോൾ അങ്ങനെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെയാണ് പോളണ്ടെന്ന് പറയുന്നത്. ഇനിയും നിങ്ങൾക്ക് ഇതുപോലുള്ള നല്ല നല്ല സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും. ഇതിനേക്കാളും നല്ല സ്ഥലങ്ങളുണ്ട് പോളണ്ടിൽ. അപ്പോൾ വരും വീഡിയോയിലൊക്കെ അതുണ്ടാവും. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുക. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.